എല്ലാവർക്കും നമസ്കാരം. മാലാകക്കൂട്ടം.com കൊച്ചുകൂട്ടുകാരുടെ സ്വർഗക്കളികളും സ്വർഗക്കാഴ്ചകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും മാലാകക്കൂട്ടത്തിൻ്റെ ചങ്ക് കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് ഈ സ്വർഗത്തിലെ കളികൾക്കും രസക്കാഴ്ചകൾക്കും മികവ് കൂട്ടാൻ, ശക്തി കൂട്ടാൻ, ഊർജം പകരാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഹോളി ക്രോസ് മാപ്രാണം പള്ളിയിലെ കൊച്ചു കൂട്ടുകാരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്വർഗത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സന്തോഷമാണോ? സന്തോഷമാണ്. ആർ യു ഹാപ്പി? എന്നാ ഈശോടൊത്ത് നമുക്ക് കളിക്കാം, രസിക്കാം, കൂട്ടുകൂടാം. ആർ യു റെഡി? ഈ സ്വർഗത്തിൽ കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടി മാലപ്പടക്കം പോലെ 4-5 സെഗ്മെന്റ് ഒരുക്കിയിട്ടുണ്ട്. അതിൽ ആദ്യ സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. പറഞ്ഞേ, ഈശോയ്ക്ക് സ്തുതി പാടാം. ഈശോയ്ക്ക് സ്തുതി പാടാന്നുള്ളത് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം സദാസമയം സ്വർഗസ്തുതി കേട്ട് അതിനുള്ളിൽ സുഖിച്ചിരിക്കുന്ന ആളാണ് ആര്? നല്ല എനർജിയിൽ നമുക്ക് ഈശോയ്ക്ക് സ്തുതി പാടാനായിട്ട് ചേട്ടൊരു പാട്ട് പഠിപ്പിക്കാൻ പോവാണ്. ആർ യു റെഡി? പാറിപ്പറക്കും പൂത്തുമ്പിയെപ്പോൾ വാനിലുയരേണ്ടേ. പാടിക്കേ. പാറിപ്പറക്കും പൂത്തുമ്പിയെപ്പോൾ വാനിലുയരേണ്ടേ. മിന്നിത്തിളങ്ങും മിന്നാമിനുങ്ങെപ്പോൾ ചന്തം പകരേണ്ടേ. പാടിക്കേ. മിന്നിത്തിളങ്ങും മിന്നാമിനുങ്ങെപ്പോൾ ചന്തം പകരേണ്ടേ. പൂവുകൾ തോറും പൂമ്പാറ്റ തുള്ളിക്കളിക്കുന്നു കാണാനായി എന്തൊരു ചേലാണ്, എന്തൊരു കളറാണ്. അടുത്തല്ലേ. നന്മകൾ ചെയ്താൽ കൂട്ടുകാരെ ജീവിതം മിന്നിത്തിളങ്ങിയിടും. സ്നേഹം പകർന്നെന്ന ജീവിതം കളറാകും. ലാലല്ലല്ലാ 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 ലാലല്ലല്ലാ. അടുത്ത ലൈനിൽ പാടുന്ന നമ്മൾ എങ്ങനെയാണ്? തുള്ളിക്കളിക്കും പുള്ളിമാനെ പോൽ തുള്ളിക്കളിക്കേണ്ടേ. പീലി വിടത്തി ആടും മയിൽ പോൽ ഭംഗി പകരേണ്ടേ. ജീവിതം തന്നവൻ ദൈവം ഓരോരോ ജീവികൾക്കും ലക്ഷ്യവും മാർഗവും തേജസ്സും നൽകി പാരിൽ പുലർത്തിയിടുന്നു. ലക്ഷ്യവും മാർഗവും തേജസ്സും നൽകി പാരിൽ പുലർത്തിയിടുന്നു. ലക്ഷ്യവും മാർഗവും നന്മയായി തീർന്നാൽ ജീവിതം ധന്യമാകും. പാടികേ. ലക്ഷ്യവും മാർഗവും നന്മയായി തീർന്നാൽ ജീവിതം ധന്യമാകും. അപ്പൊ റെഡി? നമ്മളൊരു ആക്ഷൻ പഠിക്കാൻ പോവാണ്. പെട്ടെന്ന് പഠിക്കണം, പെട്ടെന്ന് പഠിക്കാൻ പോവാണ്. പാറിപ്പറക്കും പൂത്തുമ്പിയെപ്പോൾ വാനിലുയരേണ്ടേ. ചെയ്തേ. പാറിപ്പറക്കും പൂത്തുമ്പിയെപ്പോൾ വാനിലുയരേണ്ടേ. മിന്നിത്തിളങ്ങും മിന്നാമിനുങ്ങെപ്പോൾ ചന്തം പകരേണ്ടേ. മിന്നിത്തിളങ്ങും മിന്നാമിനുങ്ങെപ്പോൾ ചന്തം പകരേണ്ടേ. പൂവുകൾ തോറും പൂമ്പാറ്റ. ചെയ്തേ. പൂവുകൾ തോറും പൂമ്പാറ്റ തുള്ളിക്കളിക്കുന്ന കാണാനായി തുള്ളിക്കളിക്കുന്ന കാണാനായി എന്തൊരു ചേലാണ്, എന്തൊരു കളറാണ്. ചെയ്തേ. എന്തൊരു ചേലാണ്, എന്തൊരു കളറാണ്. നന്മകൾ ചെയ്താൽ കൂട്ടുകാരെ ജീവിതം മിന്നിത്തിളങ്ങിയിടും. സ്നേഹം പകർന്നെന്നാൽ ജീവിതം കളറാകും. ഓക്കെ. നന്മകൾ ചെയ്താൽ കൂട്ടുകാരെ
ജീവിതം മിന്നിത്തിളങ്ങിയിടും സ്നേഹം പകർന്നെന്ന ജീവിതം കളറാകും. ലാലല്ലല്ലാ 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 ലാലല്ലല്ലാ. തുള്ളിക്കളിക്കും പുള്ളിമാനെ പോൽ തുള്ളിക്കളിക്കേണ്ടേ, പീലി വിടർത്തി ആടും മയിൽ പോൽ ഭംഗി പകരേണ്ടേ. ചെയ്തേ, പീലി വിടർത്തി ഭംഗി പകരേണ്ടേ. ജീവിതം തന്നവൻ ദൈവം ഓരോരോ ജീവികൾക്കും ലക്ഷ്യവും മാർഗവും തേജസ്സും നൽകി പാരിൽ പുലർത്തിയിടുന്നു. ലക്ഷ്യവും മാർഗവും നന്മയായി തീർന്ന ജീവിതം ധന്യമാകും. ലാലല്ലല്ലാ ലാലല്ലല്ലാ ലാലല്ലല്ലാ. ചെയ്തോ, ലാലല്ലല്ലാ. ആർ യു റെഡി? ചാടി എഴുന്നേറ്റോ, നമ്മൾ ആക്ഷൻ ചെയ്യാൻ പോവാണ്. പാറിപ്പറക്കും പൂത്തുമ്പിയെ പോൽ വാനിൽ ഉയരണ്ടേ. ഓക്കെ, അനങ്ങി എഴുതേ. പാറിപ്പറക്കും പൂത്തുമ്പിയെ പോൽ വാനിൽ ഉയരണ്ടേ, മിന്നിത്തിളങ്ങും മിന്നാമിനുങ്ങെ പോൽ ചന്തം പകരേണ്ടേ. ഒന്നുകൂടെ, പാറിപ്പറക്കും പാറിപ്പറക്കും പൂത്തുമ്പിയെ പോൽ വാനിൽ ഉയരേണ്ടേ, മിന്നിത്തിളങ്ങും മിന്നാമിനുങ്ങെ ചന്തം പകരേണ്ടേ. പൂവുകൾ തോറും പൂമ്പാറ്റ തുള്ളിക്കളിക്കുന്ന കാണാന എന്തൊരു ചേലാണ്, എന്തൊരു കളറാണ്. നന്മകൾ ചെയ്താൽ കൂട്ടുകാരെ ജീവിതം മിന്നിത്തിളങ്ങിയിടും സ്നേഹം പകർന്നെന്ന ജീവിതം കളറാകും. ലാലല്ലല്ല ലാലല്ലല്ലാ ലാലല്ലല്ലാ ലാലല്ലല്ലാ. ഒന്നുകൂടെ, ലാലല്ലല്ലാ ലാലല്ലല്ലാ. ഓഹോ, തുള്ളിക്കളിക്കും പുള്ളിമാനെ, തുള്ളിക്കളിക്കും പുള്ളിമാനെ പോൽ തുള്ളിക്കളിക്കേണ്ടേ. പീലി വിടർത്തി പീലി വിടർത്തി ആടും മയിൽ പോൽ ഭംഗി പകരേണ്ടേ. തുള്ളിക്കളിക്കും തുള്ളിക്കളിക്കും പുള്ളിമാനെ പോൽ തുള്ളിക്കളിക്കേണ്ടേ. പീലി വിടർത്തി പീലി വിടർത്തി ആടും മയിൽ പോൽ ഭംഗി പകരേണ്ടേ. ജീവിതം തന്നവൻ ദൈവം ഓരോരോ ജീവികൾക്കും ലക്ഷ്യവും മാർഗവും തേജസ്സും നൽകി പാരിൽ പുലർത്തിയിരുന്നു. ലക്ഷ്യവും മാർഗവും നന്മയായി തീർന്നു ജീവിതം ധന്യമാകും. ലാലല്ലല്ലാ പാടിക്കൊണ്ട് പാടിക്കൊണ്ട് ചെയ്തേ. കമോൺ. ലാലല്ലല്ലാ ലാലല്ലല്ലാ ലാലല്ലല്ലാ. ആഹാ, ലാലല്ലല്ലാ. ഒന്നുകൂടെ സ്പീഡ് സ്പീഡ് ചെയ്ത്. ലാലല്ലല്ലാ ലാലല്ലല്ലാ ലാലല്ലല്ലാ. അപ്പോൾ ജീവിതം തന്നവൻ ദൈവം ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള മാനങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, അല്ലേ? അങ്ങനെ വാനിൽ ഉയരാൻ, ജീവിതത്തിൽ ഉയരാൻ വേണ്ടി നമ്മളെ ഈ ലോകത്ത് ദൈവം അയച്ചിരിക്കുകയാണ്. ആർ യു റെഡി? അപ്പോൾ ഈശോയെ സ്നേഹിച്ചിരിക്കുകയാണ്, നമ്മൾ സ്നേഹിച്ച് സ്വർഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വർഗത്തിലെ കൂട്ടുകാർക്കുള്ള രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. എന്താണ്? വചനം ഭക്ഷിക്കാം. ലൂക്കായുടെ സുവിശേഷം 24:45 ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ അവൻ അവരുടെ മനസ്സ് തുറന്നു. എന്ത് തുറന്നത്? മനസ്സുണ്ടെങ്കിലേ കേൾക്കാൻ പറ്റുള്ളൂ. ശരിയാണോ തെറ്റാണോ? മനസ്സുണ്ടെങ്കിലല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. ടീച്ചർ ചിലപ്പോൾ നിങ്ങളുടെ ഡെസ്കിൻ്റെ അടുത്ത് വന്ന് ടീച്ചർ പറയും ഇങ്ങനെ സോക്രട്ടീസ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ച് ക്ലാസ് എടുത്താലും നമ്മളവിടെ ഇരുന്ന് ടീച്ചർ തൊട്ടടുത്തിരിക്കണേ അല്ലേ? എന്നാലും നമ്മളിങ്ങനെ ലണ്ടൻ, അമേരിക്ക വിശ്വനാഥ സന്ദർശനം ഓർമ്മകളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അല്ലേ? ചിലപ്പോൾ മമ്മിയുടെ അടുത്തും മടിയിൽ ഇങ്ങനെ കിടക്കാതിരിക്കും. മമ്മി ചിലപ്പോൾ തലയൊക്കെ ഒഴിഞ്ഞ് ചക്കരയില്ലടാ, പഞ്ചാരയില്ലടാ, മുത്തല്ലേടി എങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളിങ്ങനെ കിടന്ന് ആലോചിക്കുക വേറെന്തൊക്കെയോ. മമ്മി ഇങ്ങനെ പറയുന്നുണ്ട് പല കാര്യം. മനസ്സുണ്ടെങ്കിലേ കേൾക്കാൻ പറ്റൂ. പറഞ്ഞേ,
മനസ്സുണ്ടെങ്കിലേ കേൾക്കാൻ പറ്റൂ. അടുത്ത ആൾക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞേ, മനസ്സുണ്ടെങ്കിലേ കേൾക്കാൻ പറ്റൂ. പറഞ്ഞേ, മനസ്സുണ്ടെങ്കിലേ കേൾക്കാൻ പറ്റൂ. നല്ല നന്നായിട്ട് ഗ്രഹിക്കാനും കേൾക്കാനും പറയണേ മനസ്സ് വേണം അല്ലേ? അതിന് ഈശോ തുറന്നെന്താ? ആദ്യം മനസ്സ് തുറന്നു. നമ്മുടെ മനസ്സ് തുറന്നാലോ? അറിയൂ റെഡി? അതിനെ ഗ്രഹിക്കണമെങ്കിൽ മനസ്സ് തുറക്കണം. അതിന് പരിശുദ്ധാത്മാവാണ് സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് വചനം പങ്കുവയ്ക്കാൻ വരുന്നത് ഇന്റർനാഷണൽ കോർപ്പറേറ്റ് ട്രെയിനർ ആൻഡ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ജോബി ജോൺ അങ്കിളാണ്. അങ്കിളിനെ നമുക്ക് ഈ സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യണം. അതിന് നമ്മൾ കൊടുക്കാൻ പോകുന്നൊരു ക്ലാപ്പാണ്. ഏത് ക്ലാപ്പ് കൊടുക്കും? ഏത് ക്ലാപ്പ് കൊടുക്കും? നമുക്ക് ഒരു ബലൂൺ ക്ലാപ്പ് കൊടുക്കാം. ബലൂൺ ക്ലാപ്പ് അറിയാമോ? ബലൂൺ ക്ലാപ്പ്. അപ്പോൾ ഒരു ബലൂൺ ഇങ്ങനെ ശ്വാസം നിറയ്ക്കും തോറും ഊതുമ്പോൾ ഇങ്ങനെ വലുതായി വരണം. ഒറ്റ പൊട്ട് പൊട്ടണം. ഓക്കെ, അപ്പോൾ ബലൂൺ ഊതിച്ചങ്ങോട്ട് വീർപ്പിക്കണം, വീർപ്പിച്ച് പൊട്ടിക്കണം. റെഡിയാണോ? ചേട്ടൻ കാണിച്ചു തരാം. നോക്കിയേ, പൊട്ടിച്ച് എല്ലാവരും. അത് കഴിഞ്ഞ് പിന്നെ കഴിയണം. അപ്പോൾ ഇതാണ് ബലൂൺ ക്ലാപ്പ്. റെഡിയാണോ? പഠിച്ചോ? ഓക്കെ, ഒന്ന് പ്രാക്ടീസ് ചെയ്തേ. ബലൂൺ ക്ലാപ്പ് ഗോ. എത്ര വീർപ്പിക്കുന്നോ അത്ര സൗണ്ട് ഉണ്ടാവും. ഇതിങ്ങനെ ഇങ്ങനെ ആകുമ്പോൾ ഇത്തിരി സൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ മാക്സിമം വീർപ്പിക്കണം. ഓക്കെ ഓക്കെ, റെഡിയാണോ? അന്ന് ചാടി എഴുന്നേറ്റേ. നമുക്ക് ജോബി ജോണങ്ങളെങ്കിൽ സ്വാഗതം ചെയ്യാൻ പോവാണ്. ജോബി ജോണങ്ങൾ നമ്മൾ ഏത് ക്ലാപ്പാണ് കൊടുക്കുന്നത്? ബലൂൺ ക്ലാപ്പ്. ഓക്കെ, ബലൂൺ ക്ലാപ്പ് ഗോ. എല്ലാവർക്കും ഈശോമിശിഹായ്ക്കും എപ്പോഴും സ്വർഗത്തിലെ മാലാഖക്കുട്ടികൾക്കൊക്കെ സുഖമാണോ? സന്തോഷമാണോ? നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴേ സ്വർഗം താഴേക്ക് വന്ന പോലെയാ. എല്ലാവരും ചിരിച്ചേ. നല്ല ചിരിയാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആണ് സ്മൈലാ. ഇരുന്ന എല്ലാവരും ഞങ്ങളൊരു വചനം പറയട്ടെ. ഏറ്റു പറയുവോ? ശരി. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വചനം. ഇതാണ് വചനം. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും അത് സമൃദ്ധമായിട്ട് നൽകാനുമാണ്. സ്കോട്ട്ലൻഡില് ഒരു കൊച്ചു ഗ്രാമത്തില് ഒരു കഥ പറയാം. ഒരു വലിയ ഒരു ധനാഢ്യനായിട്ടുള്ള ഒരു കുട്ടി. അവൻ ഇങ്ങനെ കളിച്ച് പെട്ടെന്ന് ഇത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെളിയിൽ ഇങ്ങനെ പെട്ട് താന്ന് പോയി. എവിടെ വിട്ടുപോയത്? ചെളിയിൽ ചതുപ്പ് നിലത്ത് താന്നുള്ള അവസ്ഥ എന്താണെന്നറിയോ? ഇങ്ങനെ താന്ന് ടോട്ടലി ഇങ്ങനെ മുങ്ങിപ്പോയിട്ട് ചെളി മുഴുവൻ നിറഞ്ഞ് ആ കൊച്ചു മരിച്ചു പോകും. അങ്ങനെ കഴുത്തിൻ്റെ അത്ര ചെളി വന്നപ്പോൾ ഈ കുട്ടി ഭയങ്കരമായിട്ട് കരഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഫാർമർ, ഒരു കർഷകൻ ഇത് കേട്ടിട്ട് ഓടി വന്നിട്ട് ഒരു വലിയ ഒരു മരത്തടി കൊച്ചിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതുമ്മ പിടിച്ച് അവനെ ഇങ്ങനെ രക്ഷപ്പെടുത്തി എടുത്തിട്ട് ആ കൊച്ചിൻ്റെ വീട്ടിൽ അയാൾ കൊണ്ടാക്കി. പിറ്റേ ദിവസം രാവിലെ കണ്ണു തുറന്നപ്പോൾ അദ്ദേഹം കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്ഷപ്പെട്ട കുട്ടിയും അദ്ദേഹത്തിൻ്റെ ഫാദറും കൂടെ അവിടേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകനെ രക്ഷപ്പെടുത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഞാൻ അങ്ങേക്ക് ഒരുപാട് പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കർഷകൻ പറഞ്ഞേ, ഞാൻ കാരുണ്യത്തിൻ്റെ പേരിലാണ് ആ കൊച്ചിനെ രക്ഷപ്പെടുത്തിയത്, അതുകൊണ്ട് എനിക്ക് പൈസയൊന്നും വേണ്ട, സന്തോഷം എന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. തൻ്റെ കൊച്ചിനെ രക്ഷപ്പെടുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ നോക്കിയ സമയത്ത് പെട്ടെന്ന് നോക്കിയപ്പോൾ ആ കർഷകൻ്റെ കൊച്ചുമോൻ അവിടേക്ക് കയറി വന്നു. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദരിദ്രമായ അവസ്ഥയിലൊരു വീടാണ്. അപ്പോൾ ഈ ധനാഢ്യനായ മനുഷ്യൻ പറഞ്ഞു, കാശ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഈ കൊച്ചിനെ ഞാൻ പഠിപ്പിച്ചോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അയാൾ സമ്മതിച്ചു. അങ്ങനെ ഈ കുട്ടിയെ അയാൾ എടുത്ത് വലിയൊരു സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ച് ആ കുട്ടി വളർന്ന് വലിയൊരാളായിട്ട് മാറി. അങ്ങനെ ലണ്ടനിലെ സെൻറ്റ് മേരീസ് മെഡിക്കൽ സ്കൂളിൽ ആ കുട്ടി പഠിച്ചു. അങ്ങനെ പഠിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ 1928 അദ്ദേഹം ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചു. അതായിരുന്നു എന്ത്? പെനിസിലിൻ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഫ്ലെമിംഗ് ഈ പാവപ്പെട്ട കുട്ടിയായിരുന്നു.
മനസ്സിലായോ? കഥ അവിടെ കഴിയുന്നില്ല. വീണ്ടും അദ്ദേഹം ഇങ്ങനെ പരീക്ഷകൾ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ 2ാം ലോക മഹായുദ്ധം വന്നപ്പോൾ UK പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ആര്? വിൻസ്റ്റൺ ചർച്ചിൽ. 2 പ്രാവശ്യം വിൻസ്റ്റൺ ചർച്ചിൽ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഈ പ്രൈം മിനിസ്റ്റർക്ക് ന്യൂമോണിയ വന്നു. ന്യൂമോണിയ വന്ന സമയത്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് ഈ അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടുപിടിച്ച പെനിസിലിനായിരുന്നു. ചെളിയിൽ പോയ കുട്ടിയായിരുന്നു വിൻസ്റ്റൺ ചർച്ചിലും രക്ഷപ്പെടുത്തിയ കർഷകൻ്റെ മകനായിരുന്നു അലക്സാണ്ടർ ഫ്ലെമിങ്ങും. മനസ്സിലായോ? അപ്പോൾ ഒരു കർഷകൻ യാതൊരു പ്രതിഫലവും ഇല്ലാതെ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയപ്പോൾ ആ കുട്ടി ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെ മുഖമായിട്ട് മാറുകയാണ്. അപ്പൊ നമ്മൾ ഈ സ്വർഗത്തിൽ അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റ് ആണ് 3ാമത്തെ സെഗ്മെന്റ്, വിശുദ്ധരെ പരിചയപ്പെടാം. പറഞ്ഞേ, വിശുദ്ധരെ പരിചയപ്പെടാം. വിശുദ്ധരാകേണ്ടവർ എത്ര പേരുണ്ട്? വിശുദ്ധരാകാനായിട്ട് ബാക്കിയുള്ളവർക്കൊന്നും കൊതിയില്ലേ? ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. അപ്പോൾ നമുക്കിന്ന് ഈ സ്വർഗത്തിൽ വിശുദ്ധരെ പരിചയപ്പെടുത്താൻ ആരാ വരുന്നേ? നല്ലൊരു ക്ലാപ്പ് കൊടുത്തവർക്ക്. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. പേര് പറയാമോ? ജോസഫ്. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 8ൽ. ഇന്ന് ഏത് വിശുദ്ധനെ കുറിച്ചാണ് പറയുന്നത്? വിശുദ്ധ ഡോൺ ബോസ്കോയെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ജോസഫ് പറയുന്ന വിശുദ്ധൻ്റെ ഡോൺ ബോസ്കോയെ കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. റെഡി? കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വിശുദ്ധ ഡോൺ ബോസ്കോയെ കുറിച്ചാണ്. 1815 ഓഗസ്റ്റ് 16-ാം തീയതി ഇറ്റലിയിലെ ടൂറിന് കിഴക്കായുള്ള ഒരു മലം പ്രദേശത്ത് ഫ്രാൻസിസ് ബോസ്കോയുടെയും മാർഗരറ്റിന്റെയും ഇളയ മകനായ വിശുദ്ധ ഡോൺ ബോസ്കോ ജനിച്ചു. ഡോൺ ബോസ്കോ എന്നാൽ ഇറ്റാലിയൻ ഭാഷയിൽ ഫാദർ ബോസ്കോ. ജോൺ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യനാമം. ജോണിന് വെറും 2 വയസ്സ് പ്രായമുള്ളപ്പോൾ പിതാവ് ഫ്രാൻസിസ് ബോസ്കോ മരണമടഞ്ഞു. പിന്നീട് അമ്മ മാർഗരറ്റ് ആണ് അദ്ദേഹത്തെ ദൈവഭക്തിയിലും വിശ്വാസത്തിലും വളർത്തിക്കൊണ്ടുവന്നത്. 9 വയസ്സ് പ്രായമുള്ളപ്പോൾ ജോൺ ഒരു സ്വപ്നം കണ്ടു. പിന്നീടുള്ള തൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച ഒരു സ്വപ്നം. തനിക്ക് ചുറ്റും നിരവധി കുട്ടികൾ നിൽക്കുന്നു. അവരെ നന്മതിന്മകൾ പഠിപ്പിക്കാൻ ഒരു ദിവ്യപുരുഷൻ ആവശ്യപ്പെടുന്നു. ഒപ്പം ഗാംഭീര്യമുള്ള എന്നാൽ സൗന്ദര്യതയായ ഒരു സ്ത്രീയെയും അദ്ദേഹം കണ്ടു. ഈ സ്വപ്നത്തെക്കുറിച്ച് തൻ്റെ അമ്മയായ മാർഗരറ്റിനോട് അദ്ദേഹം പറയുന്നുണ്ട്. തൻ്റെ മകൻ ഒരു വൈദികനാകുമെന്ന് ആ അമ്മ മനസ്സിൽ കുറിച്ച നേരമായിരുന്നു അപ്പോൾ. കുട്ടിക്കാലം മുതൽ തന്നെ പലവിധ ജാലവിദ്യകളും സർക്കസ് വിദ്യകളും കാട്ടി ജോൺ കുട്ടികളെ തന്നിലേക്കും അതിലൂടെ ദൈവത്തിങ്കിലേക്കും അടുപ്പിച്ചു. 1841 അദ്ദേഹം ഒരു പുരോഹിതനായതിനു ശേഷം പലവിധ സന്ദർശനങ്ങൾക്കായി ഇറങ്ങിയപ്പോൾ ജോൺ തെരുവിലും തടങ്കലിലുമായി വളരെയേറെ പാവപ്പെട്ട കുട്ടികളെയും അനാഥരെയും കണ്ട് അവരോട് അദ്ദേഹത്തിന് സഹതാപം തോന്നി. അമ്മയുടെ സഹായത്തോടെ അവർക്കായി ഒരു അനാഥ മന്ദിരം സ്ഥാപിച്ചു. അവർക്ക് നല്ല പഠനം നൽകി അവരെ നന്നായി വളർത്തിക്കൊണ്ടുവന്നു. അവരുടെ സ്വഭാവ രൂപീകരണത്തിലും ഡോൺ ബോസ്കോ വലിയ ശ്രദ്ധ പതിപ്പിച്ചു. ഡോൺ ബോസ്കോ സലേഷ്യൻ സഭ സ്ഥാപിച്ച് ഏകദേശം 21 വർഷത്തിന് ശേഷം സ്ത്രീകൾക്കായുള്ള ഒരു സഭയും അദ്ദേഹം സ്ഥാപിച്ചെന്ന് പറയപ്പെടുന്നു. അക്കാലത്ത് കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന പാഷണ്ഡതകളെ തടയാൻ കത്തോലിക്ക ഗ്രന്ഥാവലി എന്നൊരു ചാക്രിക ലേഖനം അദ്ദേഹം എഴുതി. കന്യാമാതാവിനോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക്. മരിയ ഭക്തി, ജപമാല ഭക്തി എന്നിവയെല്ലാം അദ്ദേഹം വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒന്നാണ്. മാതാവിനോട് പ്രാർത്ഥിക്കാനും തിരുക്കുമാരനോട് അപേക്ഷിക്കാനും വേണ്ടി പറയാൻ ഡോൺ ബോസ്കോ വളരെയധികം കുട്ടികളെയും യുവജനങ്ങളെയും പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. തൻ്റെ 72-ാമത്തെ വയസ്സിൽ ജനുവരി 31, 1888 അദ്ദേഹം ദൈവത്തിങ്കിലേക്ക് വിളിക്കപ്പെട്ടു. ഡോൺ ബോസ്കോ മരിക്കുമ്പോൾ സലേഷ്യൻ സഭയിൽ ആകെ 78 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത് പല രാജ്യങ്ങളിലായി വ്യാപിച്ച് ഏകദേശം 30,000-ഓളമായി. 1929 11-ാം പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായും 1934 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായും പ്രഖ്യാപിച്ചു. യുവജനങ്ങളുടെയും കുട്ടികളുടെയും മധ്യസ്ഥനും പിതാവും എന്ന പദവിയും നൽകി. നമുക്ക് ഡോൺ ബോസ്കോയോട് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക അനുസരിച്ച് ജീവിക്കാം. അദ്ദേഹം കുട്ടികൾക്കായി പറഞ്ഞു തന്നിട്ടുള്ള നിയമങ്ങളും മറ്റും അനുസരിക്കാം. അങ്ങനെ നന്നായി വളരാം. പരിശുദ്ധ കന്യാമാതാവിനോടുള്ള ഭക്തി പുലർത്താം. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്. അപ്പോൾ ജോസഫ് വളരെ ഭംഗിയായിട്ട് ഡോൺ ബോസ്കോയെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് വിശുദ്ധൻ്റെ ജീവിതം ആസ്പദമാക്കിയൊരു വചനം കേൾക്കണം.
മോൻ്റെ പേര് പറയാമോ? എയ്ബൽ. ഏബിൾ. ഏബിൾ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? 8th. 8th. അപ്പോൾ ഏബിൾ പറയുന്ന വചനം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ ഡോൺ ബോസ്കോയെക്കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ. വിശുദ്ധൻ്റെ ജീവിതം ആസ്പദമാക്കി ഞാൻ ഒരു വചനം പറയാം. പ്രഭാഷകൻ 17:7. അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിരക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. വിശുദ്ധനെ പോലെ വിശുദ്ധിയിൽ വളരാൻ നമുക്കും പരിശ്രമിക്കാം. നന്ദി. പ്രിയ കൂട്ടുകാരെ, ഈ സ്വർഗത്തിൽ ഇനി നമുക്ക് അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോകാനുള്ള സമയമാണ്. അടുത്ത സെഗ്മെന്റ് ആണ് താലന്ത് വർദ്ധിപ്പിക്കാം. പറഞ്ഞേ, താലന്ത് വർദ്ധിപ്പിക്കാം. നമ്മുടെ താലന്ത് ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു സെഗ്മെന്റ് ആണ്. ഈ ഫ്ലോറിൽ കുറേ കൂട്ടുകാർ വന്നിട്ട് വ്യത്യസ്തമായിട്ടുള്ള താലന്ത് ഈശോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഈ സ്വർഗക്കാഴ്ചയിൽ സെഗ്മെന്റിൽ താലന്ത് കൊടുക്കാൻ ആരാണ് റെഡി ആയിട്ടുള്ളത്? ആരാ വരുന്നത്? ഓക്കെ, നല്ലൊരു ക്ലാപ്പ് കൊടുത്തവർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരെ പരിചയപ്പെടാം. മോൻ്റെ പേര് പറയാമോ? എയ്ഡൻ. എയ്ഡൻ. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? 6th. 6th. അടുത്ത ആള്? എയ്ബൽ. ഏബൽ. 8th ക്ലാസ്സിൽ. 8th ക്ലാസ്സിൽ. നിങ്ങൾ ബ്രദേഴ്സാണ് അല്ലേ? അപ്പോൾ ഇന്ന് ഈശോയ്ക്ക് വേണ്ടി എന്ത് താലന്ത കൊടുക്കണേ രണ്ടുപേരും കൂടി? ഒരു പാട്ട് പാടി ഇവർ തകർക്കാൻ പോവാണ്, ഈശോയെ സ്നേഹിക്കാൻ പോവാണ്. അപ്പോൾ ഇവരുടെ താലന്ത് നമുക്ക് ആസ്വദിച്ചാലോ? പറയേ, ആർ യു റെഡി? ജീവനിൻ അധിപതിയേ ഉമ്മേ ആരാധனை செய்கிறோம். உயிரோடு எழுந்தவரே உம்மை ஆராதனை செய்கிறோம். ஜீவனின் அதிபதியே உம்மை ஆராதனை செய்கிறோம். ஹல்லேலூயா ஹோசன்னா, ஹல்லேலூயா ஹோசன்னா, ஹல்லேலூயா ஹோசன்னா, ஹல்லேலூயா ஹோசன்னா, ഹല്ലേലൂയാ ഹോസന്നാ, ഹല്ലേലൂയാ ഹോസന്നാ, ഹല്ലേലൂയാ ഹോസന്നാ, ഹല്ലേലൂയാ ഹോസന്നാ. മരണത്തെ ജയിച്ചവനേ உம்மை ஆராதனை செய்கிறோம். பாதாளம் வென்றவரே உம்மை ஆராதனை செய்கிறோம். மரணத்தை ஜெயித்தவரே உம்மை ஆராதனை செய்கிறோம். பாதாளம் வென்றவரே உம்மை ஆராதனை செய்கிறோம். ഈശോയുടെ കൂട്ടുകാരെ, താലന്തൊക്കെ ഈശോയ്ക്ക് കൊടുത്ത് നമ്മളീ സ്വർഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നുകൂടെ ഈശോയുടെ അടുത്ത് കളിക്കണം, ചിരിക്കണം, രസിക്കണം. ഈ സ്വർഗത്തിലെ 5ാമത്തെ സെഗ്മെൻ്റാണ്. സ്വർഗത്തിലെ 5ാമത്തെ സെഗ്മെൻ്റാണ് നല്ല ശീലം പഠിക്കാം. എന്താണ്? നല്ല ശീലം പഠിക്കാം. ബൈബിളിലൊരു വാക്ക്, പ്രഭാഷകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 5ാമത്തെ വാക്യം. പറഞ്ഞ പ്രഭാഷകൻ 4:5.
4, 5. ആവശ്യക്കാരിൽ നിന്നും മുഖം തിരിക്കരുത്. ഇന്ന് നമ്മൾ പഠിച്ച ശീലമാണ്. എന്താണ്? ആർ യു റെഡി? ചേട്ടൊരു കൊച്ചു സംഭവം പറയാം. പാലയിൽ ഇങ്ങനെ കൊച്ചു കൂട്ടുകാരുടെ പ്രോഗ്രാം നടക്കുകയാണ്. അതിൽ LP സെക്ഷൻ, UP അങ്ങനെ 2 സെക്ഷനായിട്ടാണ് നടക്കുന്നത്. അവിടെ UP വരെയുള്ള ആ സ്കൂളിൽ. അപ്പോൾ LP ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഗ്രൂപ്പാണ്. ഹിന്ദുസുണ്ട്, മുസ്ലിം കുട്ടികളുണ്ട്, ക്രിസ്ത്യൻ കുട്ടികളുണ്ട്, എല്ലാവരും കൂടി ഒന്നിച്ച ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ചേട്ടായി ഇതിലിങ്ങനെ പറഞ്ഞു, നമുക്ക് പറ്റുന്ന നന്മ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ പഠിപ്പിച്ചു. എന്നിട്ട് അന്ന് കുറച്ച് വന്ന പത്രത്തിൽ വന്ന കാര്യങ്ങൾ, ഇങ്ങനെ നല്ല യൂണിഫോം ഇല്ലാത്ത കുട്ടികളുടെ സംഭവങ്ങൾ, അതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്സൊക്കെ കാണിച്ചു കൊടുത്തു. നല്ല ഭക്ഷണം കിട്ടാത്തവരുടെ വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ എല്ലാം കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് 3 ദിവസത്തെ പ്രോഗ്രാമാണ്. 2ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ 3ാമത്തെ ദിവസം മോർണിംഗിൽ കൊച്ചിനെ കൊണ്ടാക്കാൻ നേരത്ത് പെട്ടെന്ന് ഞാൻ ഓഫീസ് റൂമിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പേര് അവിടെ ചോദിക്കുന്നു, സോജൻ സാറുണ്ടോ ഇവിടെ, സോജൻ സാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇനി ഏതെങ്കിലും കുട്ടികളെ വല്ല ചീത്തങ്ങാനും പറഞ്ഞിട്ട് പാരൻസ് ചോദിക്കാൻ വരുന്നതാണോ, പെട്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പതുക്കെ തലയുടെ സോജൻ സാറ് ഞാനാണ് എന്ന് പറഞ്ഞ് ഇടരെ ശബ്ദത്തോടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ആൻറ്റി കൊണ്ടുവന്നിട്ട് ആ കൊച്ചിൻ്റെ മമ്മി എൻ്റെ കയ്യിലൊരു കവറ് കൊണ്ടുവന്ന് ഇങ്ങനെ തന്നു. ഞാനിതിങ്ങനെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, ഒരു വാട്ടർ ബോട്ടിലാണ്. ഞാൻ ചോദിച്ചത് എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ ആ കൊച്ചിൻ്റെ മമ്മി, ആ കൊച്ചിൻ്റെ പേര് കൃഷ്ണ എന്നാണ് കൊച്ചിൻ്റെ പേര്. മമ്മി ഈ സാധനം കൊണ്ടുവന്ന് തന്നെ ഇവിടെ ചെന്നിട്ട് കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞ് ഇവളുടെ ക്ലാസ്സിൽ, ഞാൻ ഓർക്കണം 10-12 വർഷമായുള്ള സംഭവം പറയണേ, ഇവളുടെ ക്ലാസ്സിൽ നല്ല ടിഫിൻ ബോക്സ് ഇല്ലാണ്ട് പൊട്ടിപ്പൊളിഞ്ഞ ടിഫിൻ ബോക്സിൽ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് കൊടുത്തു വരുന്നൊരു കൂട്ടുകാരിയുണ്ട്. അപ്പോൾ ഇവളിതിങ്ങനെ കണ്ടു. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ കൊച്ചിൻ്റെ മനസ്സിലേക്ക് കയറിയ കാര്യം, ഇവളുടെ കൂട്ടുകാരി പൊളിഞ്ഞ് ഇതിൻ്റെ ക്ലിപ്പൊക്കെ വിട്ടുപോയ ടിഫിൻ ബോക്സ്, അതിൻ്റെ മമ്മി എന്ത് ചെയ്യും, റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത്, പിന്നെ കവറിൽ കറി കൊണ്ടുവരാൻ വേറെ ചെറിയ ബോക്സൊന്നും ഇല്ല, ടിഫിൻ അല്ലെങ്കിൽ സ്നാക്സ് ബോക്സൊന്നും ഇല്ല, അത് വേറൊരു കവറിലൊക്കെ ഇട്ട് കെട്ടി കൊടുത്തു വിടുന്നത്. ഈ കൂട്ടുകാരി ചെന്ന് കൃഷ്ണ വീട്ടിൽ ചെന്ന് പറഞ്ഞ് മമ്മി ഒരു നല്ല ടിഫിൻ ബോക്സ്, ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്ന് ആ കുട്ടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ചേട്ടൻ്റെ തന്നു. ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ചെയ്ത കാര്യമാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്ര വലിയവരാണെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റൂലേ? ആർ യു റെഡി? അപ്പോൾ നമ്മൾ ഇന്ന് ഈ സ്വർഗത്തിലെ അവസാന സെക്ഷനിലേക്ക് വരികയാണ്. നമ്മൾ ഘട്ടം ഘട്ടമായിട്ടുള്ള രസച്ചിരികൾ, കളികളൊക്കെ കഴിഞ്ഞ് ഗൗരവമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. റെഡി? 5 സെക്കൻഡിൽ പെട്ടെന്ന് പ്രയർ പൊസിഷനിലേക്ക് വരണം. 1 2 3 4 5. ക്ലോസ് യുവർ ഐസ്. ഈശോയുടെ നല്ല ഒരു ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഈശോയുടെ നല്ല ചിത്രം. ഇനി ചേട്ടൻ ചൊല്ലുന്ന പ്രാർത്ഥന എല്ലാവരും ചൊല്ലണം. എൻ്റെ ഈശോയെ, ഈ സ്വർഗത്തിൽ ഈശോയെ സ്നേഹിക്കാൻ, ഈശോടൊത്ത് കളിക്കാൻ, വചനം ഭക്ഷിക്കാൻ, താലന്ത് കൊടുക്കാൻ, നല്ല ശീലം പഠിക്കാൻ ഞങ്ങളെ അനുവദിച്ചതിന് നന്ദി പറയുന്നു. ഈശോയെ, ആവശ്യക്കാരിൽ നിന്ന് മുഖം തിരിക്കാതെ കഴിയുന്ന നന്മകൾ ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കണ്ണു തുറക്കാം. കണ്ടോ നമ്മുടെ സംഭവം? ആരാണാവോ ഇന്നത്തെ ഏഞ്ചൽ സെലക്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് ആരാണ് ഇതിൽ നിന്ന് വന്നെടുക്കാൻ പോകുന്നത്? ഇന്ന് മോളുവാ. ജോഷ് ബി ജോബി ആരാ? ഇതാണ് ഇന്നത്തെ ഏഞ്ചൽ. പോയിരുന്നു കേട്ടോ. നല്ല ക്ലാപ്പ് കൊടുത്തേ. ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് ജോഷ് ബി ജോബി. ഒരു ക്ലാപ്പ് കൊടുക്കാമോ? അപ്പോൾ പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ ഏഞ്ചലിനെയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ബിഗ് താങ്ക്സ് ക്ലാപ്പ് കൊടുക്കാനുള്ള സമയമാണ്. ഓക്കെ, ആർ യു റെഡി? പ്രിയ പ്രേക്ഷകരെ, ഇവിടെ മാലാഖക്കൂട്ടത്തിൻ്റെ കളിയും ചിരിയും സ്വർഗ്ഗ കാഴ്ചകളും നിങ്ങൾക്ക് ഏറെ കൗതുകം നിറഞ്ഞതായിരുന്നു. നിങ്ങൾ ഈ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്ത് ഇത്ര നേരം
അപ്പോൾ ഇനിയും ഈ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യണം. ഇത്ര നേരം ഞങ്ങളുടെ ചങ്ക് കൂട്ടുകാരുടെ ഈ സ്വർഗ്ഗ കാഴ്ചകൾ സപ്പോർട്ട് ചെയ്തതിന് ഈ സ്വർഗത്തിൻ്റെ വക ഒരു ബിഗ് ക്ലാപ്പ്. ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഈ എപ്പിസോഡ് ഇവിടെ തീരുകയല്ല. ഈ എപ്പിസോഡ് തീർന്നാലും ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഞങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. മക്കളെ, കൂട്ടുകാർക്ക് ടാറ്റ കൊടുത്തേ. ടാറ്റ.